ഇപ്പം ഞാൻ ഇതിന് മുമ്പ് വർക്ക് ചെയ്തിരുന്നൊരു സ്ഥലം, അതായത് ഇപ്പോഴൊന്നല്ല, ഒരു 10-15 വർഷം പിന്നിലേക്ക് പോകേണ്ടി വരും. അവിടെ വർക്ക് ചെയ്തിരുന്ന അവിടെ ഒരു മുതലാളിയുണ്ട്. ഈ മുതലാളിക്ക് അറുപ്പിച്ചക്കൻ എന്ന് പറഞ്ഞാൽ അറുപ്പിച്ചക്കനാണ്. ആളിപ്പോഴും ജീവനോടെ തന്നെ ഉണ്ട്. പെരിന്തൽമണ്ണയിൽ തന്നെ ഒരു വലിയ ടെക്സ്റ്റൈൽസ് കാര്യങ്ങൾ, ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല, അറിയാവുന്നവർക്ക് ആളെ മനസ്സിലാവും. നല്ല പിശുക്കൻ എന്ന് പറഞ്ഞാൽ പിശുക്കനാണ്. മൂപ്പരുടെ ഒരു മകനുണ്ട്, അത് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ മൂപ്പരുടെ മകന് പറഞ്ഞു കൊടുത്തിരുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത്, അവിടുത്തെ മെയിൻ, അതായത് വയസ്സായിട്ടുള്ള സ്റ്റാഫുകളുണ്ട്, അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതായത് തുണിക്കടക്കുള്ളവരാണല്ലോ, ഈ നമ്മുടെ തന്തപ്പിടിക്കുള്ള ഒരു കുഴപ്പം എന്താണെന്നറിയോ, മൂപ്പർക്ക് ഒരു സാധനത്തിനും പൈസ ചിലവാക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു സാധനം കംപ്ലൈൻ്റ് ആയി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുഴപ്പം പറ്റിയെന്ന് പറഞ്ഞാൽ, ആളുടെ ആദ്യത്തെ ചിന്ത ഇതെങ്ങനെ നേരെയാക്കി എടുക്കും, ഇതെങ്ങനെ റിപ്പയർ ചെയ്തെടുക്കും, എങ്ങനെ ശരിയാക്കി എടുക്കാം, ഈ ഒരു ചിന്തയാണ്. എന്നാൽ മകൻ നേരെ ഓപ്പോസിറ്റാണ്. ഒരു സാധനം കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക, പുതിയത് വാങ്ങുക. ഈ പറയുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് മൂപ്പർക്ക് കൂടുതൽ. മൂപ്പരുടെ കണ്ണിൽ ഈ റിപ്പയറിങ് അല്ലെങ്കിൽ ശരിയാക്കി എടുക്കുക എന്ന് പറയുന്നൊരു പരിപാടിയില്ല, റീപ്ലേസ്, ആ സാധനം മാറ്റുക. ഈ പരിപാടി നിങ്ങൾ ചെയ്യരുത്. റിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ തന്നെ യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ ചെരുപ്പ് ഇട്ട് പൊട്ടി മാറ്റുക, അങ്ങനെയല്ല, അത് തിരുത്തി റെഡിയാക്കി റിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ. ഇത്രയും നല്ലൊരു പരിപാടി ലോകത്തില്ല. ഒരുപാട് പണം നിങ്ങൾക്ക് അതുവഴി സേവ് ചെയ്യാൻ പറ്റും.